നിങ്ങളുടെ കുഞ്ഞിന് ഇനി ഒരു ബിസ്ക്കറ്റും കൊടുക്കരുത്. ചോക്ലേറ്റ് അല്ല, ഈ ബിസ്ക്കറ്റാണ് അവരുടെ പല്ല് മുഴുവൻ തിന്നു തീർക്കുന്നത്. എങ്ങനെയാണെന്നോ? ഇത് നോക്കൂ, ചോക്ലേറ്റ് വായിൽ വെച്ചാൽ ഉരുകിപ്പോവും, 2 മിനിറ്റ് തീർന്നു. പക്ഷെ ബിസ്ക്കറ്റോ, ഇത് പൊടിച്ച് പല്ലിന്റെ കുഴിയിൽ പോയാൽ ഇത് കട്ടയായിട്ട് പശ പോലെ ഒട്ടിപ്പിടിക്കും. വെള്ളം കുടിച്ചാലും ബ്രഷ് ചെയ്താലും മുഴുവൻ പോകില്ല. 2 മണിക്കൂർ ഇത് അവിടെ കിടന്ന് ആസിഡ് ഉണ്ടാക്കും. ഇപ്പൊ പറയൂ, 2 മിനിറ്റിന്റെ ആക്രമണമാണോ വലുത്, അതോ 2 മണിക്കൂറിന്റെ ആക്രമണമാണോ വലുത്? എല്ലാ അമ്മമാരും വിചാരിക്കും ബിസ്ക്കറ്റ് അല്ലേ, ഹെൽത്തി ആണല്ലോ എന്ന്. സത്യം കേട്ടാൽ നിങ്ങൾ കരയും. ഒരു മാരി ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ പഞ്ചസാര. നിങ്ങളുടെ മക്കൾ ദിവസവും 5 എണ്ണം കഴിച്ചാൽ 5 ടീസ്പൂൺ പഞ്ചസാര. ഒരു ഡയറി മിൽക്ക് മുഴുവൻ കഴിക്കുന്നതിലും കൂടുതലാണത്. അപ്പോൾ ഇത് ഗുഡ് ഡേ ബിസ്ക്കറ്റ് അല്ല, ഗുഡ് ബൈ ടീത്ത് ബിസ്ക്കറ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച 6 വയസ്സുള്ള കുട്ടി ക്ലിനിക്കിൽ വന്നു. വായ തുറന്നപ്പോൾ 8 പല്ലിലും വലിയ കേട്. അമ്മ കരഞ്ഞോട് ചോദിച്ചു, ഡോക്ടർ അവൻ ചോക്ലേറ്റ് തൊടാറേ ഇല്ല, പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ചോദിച്ചു, ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ടോ? അമ്മ പറഞ്ഞു, ദിവസവും 4 എണ്ണം 5 എണ്ണം സ്കൂളിൽ കൊടുത്തുവിടാൻ എളുപ്പമാണല്ലോ എന്ന്. അതാണ് മറുപടി. വില്ലൻ മിഠായി അല്ല, ദിവസവും കഴിക്കുന്ന ബിസ്ക്കറ്റാണ്. എന്നാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. 3 കാര്യങ്ങൾ മാത്രം. നമ്പർ 1, ബിസ്ക്കറ്റ് ഒരു ഡെയിലി സ്നാക്ക് അല്ല, അത് ആഴ്ചയിൽ 1 പ്രാവശ്യം കിട്ടുന്ന ട്രീറ്റ് മാത്രമാണ്. സമ്മതമാണോ? നമ്പർ 2, അഥവാ കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കാം, വായ കഴുകി കളയണം. നമ്പർ 3, പിന്നെന്താ കൊടുക്കുക? ചീസിന്റെ ഒരു കഷ്ണം, ഒരു ആപ്പിൾ സ്ലൈസ്, കുറച്ച് ബദാം, ഇതൊന്നും പല്ലിലൊട്ടില്ല. പിന്നെ ചോക്ലേറ്റ് പൂർണ്ണമായി നിർത്തണോ? വേണ്ട. 70% ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി മുഴുവൻ ഒറ്റയടിക്ക് കഴിക്കാൻ കൊടുക്കാം. പതിയെ 1 മണിക്കൂർ കൊണ്ട് തിന്നുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് ഉറപ്പായി അയച്ചു കൊടുക്കണം. കാരണം മിക്കവാറും അവരാണ് കുട്ടികൾ കരയുമ്പോൾ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്